മഹാഗുരു ശരണം. ഇന്ന് 2025 മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിരിക്കുന്നതാണ്. ഇന്നലെ ഒരു കുട്ടി കൊണ്ടുവന്ന് തന്നതാണ്. ഗിഫ്റ്റായിട്ട് ഞാൻ വാങ്ങിക്കോ എന്നുള്ള സംശയമുള്ളത് കൊണ്ട് വൈഫിൻ്റെ അടുത്ത് കൊടുത്തതാണ്. അപ്പോൾ വീട്ടിൽ വളരെയധികം ഫോട്ടോകളുണ്ട്. അപ്പോൾ ഫോട്ടോ വയ്ക്കാൻ സ്ഥലമില്ല. പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതില്ല, ഈ ഫോട്ടോ ആയിട്ട് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ചെറിയ രൂപം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അവരെ കാണുമ്പോൾ അവരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരൊരു അനുഗ്രഹിച്ച് തരുന്ന ഒരു ചെറിയൊരു കോപ്പർ ചെമ്പ് കൊണ്ടുള്ള തകിടുണ്ട്, ചെറുത്, 1 ഇഞ്ച് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള. അത് അവിടുത്തെ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയിൽ നിന്ന് വാങ്ങാനുള്ള സൗഭാഗ്യം എനിക്കും ഭാര്യ രഞ്ജിതയ്ക്കും ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ വെച്ച് ഞങ്ങൾ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ തമ്പുരാട്ടി അനുഗ്രഹിച്ച് തന്നിരുന്നു. എനിക്ക് 2019 മറ്റുമാണ് അത് സംഭവം. അപ്പോൾ അതുകൊണ്ട് അതുകൂടാണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ കാണാൻ വളരെ ഐശ്വര്യമുണ്ട്. അപ്പോൾ തന്ന കുട്ടിക്ക് ഞാൻ നന്ദി പറയുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ കുട്ടിക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. പക്ഷേ തുടർന്ന് ആരും ഇങ്ങനെ ഗിഫ്റ്റൊന്നും ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. കാര്യമല്ല, ഇത് കൊണ്ടുവന്നാൽ നമ്മൾ അതുപോലെ പരിപാലിക്കണം. ഇതിപ്പോൾ ഒരു വാല്യൂബിൾ ആയതുകൊണ്ട് നമ്മൾ പരിപാലിക്കും. ആരും കൊണ്ടുവരരുത്. ആർക്കെങ്കിലും തരണം തോന്നിയ ദക്ഷിണയായിട്ട് മാത്രം തരിക. അതല്ലെങ്കിൽ ഇങ്ങനെ ഗിഫ്റ്റ് തരികയാണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ കൊണ്ടുവരട്ടെ, അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മാത്രം കൊണ്ടുവരണം ദയവ് ചെയ്ത്. കാര്യം വെറുതെ അതൊരിടത്ത് മാറ്റി വയ്ക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പറയുന്നത്. വേറെയൊന്നും ആരും വിചാരിക്കരുത് പ്ലീസ്. പിന്നെ 2 ദിവസം ശരിക്ക് എൻ്റെ അനന്തരവനെ കാണാനാണ് പോയത്. അപ്പോൾ അനന്തരവളും കൂടെ വന്ന് 2 ദിവസം 24 മണിക്കൂറാണ് പ്ലാൻ ഇട്ടതെങ്കിൽ 48 മണിക്കൂർ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം അനന്തരവനെ കാണാൻ പോകുന്നതോടൊപ്പം കുട്ടൂസിൻ്റെ വീട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടൂസിൻ്റെ അച്ഛനെ നേരത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹം 21-ന് കാണുമെന്ന് പറഞ്ഞ് പോയി കണ്ടു. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് ഇട്ടു കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ഒന്നും വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെയല്ല പോയത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ അനന്തരവനും പറഞ്ഞ് അവനും വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി പോവുകയായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി വിട്ടത് ചേച്ചിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, അവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ളൊരു ചേച്ചി ബ്ലെസ്സിങ്ങിന് വന്നപ്പോൾ ആ ചേച്ചിയാണ് ഞങ്ങളെ കൊണ്ടുപോയി വിട്ടത്. അപ്പോൾ എൻ്റെ അടുത്തൊരു ബാഗ് കാണാം. അതിൽ അത്യാവശ്യം ഞാൻ കഴിക്കുന്ന മരുന്ന്, ചുമയുടെ മരുന്ന്, അപ്പോൾ എൻ്റെ അത്യാവശ്യ സാധനങ്ങൾ കാണാം. അതിനകത്ത് ഈ വീഡിയോ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ആ സ്റ്റിക്കും മൈക്രോഫോണും ഒക്കെ കാണും, അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇത് ചെയ്തു. കുട്ടുവിൻ്റെ റൂം കാണാമെന്ന് പറഞ്ഞ് മുകളിൽ പോയി. അപ്പോൾ സുനിലേട്ടനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തത്. ശ്രീനിവാസ സാറ് വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണെങ്കിലും അനന്തരവൻ പറയുന്നുണ്ടായിരുന്നു, അമ്മാവ ഇത് ശരിക്ക് കുട്ടുവിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നത്. കാര്യം അമ്മാവൻ വീഡിയോ എടുക്കാനായിട്ട് തയ്യാറായിട്ടല്ല അവിടെ പോയത്. അവിടെ പോയതാണെങ്കിലും സമാധി പോയതാണെങ്കിലും വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലല്ല. അവിടെ ചെന്നിട്ട് അവിടുത്തെ ആ സാന്നിധ്യം, ആ പോസിറ്റീവ് ഒന്ന് ഫീൽ ചെയ്യാമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോയത്. പക്ഷേ അവിടെ കുട്ടു തീരുമാനിച്ച പോലെയാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. കാര്യം ഞങ്ങൾ ഏത് അമ്പലത്തിൽ ഏത് സമയത്ത് പോകണമെന്നൊക്കെ കുട്ടുവിൻ്റെ ആ കാര്യമാണ് ടൈംലി നടന്നത്. അപ്പോൾ മുമ്പത്തെ ദിവസം ആ ഒരു ഇത് നടന്നു, ആ വിവരണം പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ കണ്ണാടി അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പോകെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടുവിൻ്റെ അമ്മ ഇടയ്ക്ക് റൂമിൽ കയറി വരുമ്പോഴത്തേക്കും അനന്തരവൻ കസേരയിലിരുന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. സാധാരണ ക്യാമറയാണ്, സാംസങ് ക്യാമറയിലാണ് എടുക്കുന്നത്, സാധാരണ രീതിയിലുള്ളത്. അപ്പോൾ അതെടുക്കുമ്പോൾ അവൻ എഴുന്നേക്കാൻ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു, വേണ്ട ഞാൻ പോവുകയാണ്, വെറുതെ നോക്കാമെന്നാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് അവിടെ ഒന്ന് എഴുന്നേക്കൂന്ന് എനിക്ക് ആരോ തോന്നൽ തരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ആ ചേച്ചി മുകളിൽ വന്നു. അപ്പോൾ നാരായണൻ എഴുന്നേറ്റ് മാറിയിട്ട് ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു. വീഡിയോ അതുപോലെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ചേച്ചി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ മൈക്ക് ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിയും സുനിലേട്ടനും കൂടി സംസാരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ എനിക്ക് പല സൂചനകൾ വരുന്നു. ലെഫ്റ്റ് സൈഡിൽ കണ്ണാടിയിൽ ആരുടെ ഒരു ചലനം പോലെ ഫീൽ ചെയ്തു. ആ സമയത്ത് തന്നെ അനന്തരവനും ആ കണ്ണാടിയിലൊരു ചലനം ഫീൽ ചെയ്തു. അവനും ചെറുതായിട്ട് ഇത് അറിയാവുന്നതാണ്. അവനും കുറച്ച്
മെഡിറ്റേഷൻ അത് ഇതൊക്കെ ചെയ്യുന്നതാണ്. ആജ്ഞാചക്രം കുറച്ച് ആക്റ്റീവാണ് അവൻ്റെ, കുറച്ചല്ല നല്ല രീതിയിൽ ആക്റ്റീവാണ്. തേർഡ് ഐ ദീക്ഷ എടുത്ത ആളുമാണ്. അപ്പോൾ അതായിട്ട് പിന്നെ ഈ സുനിലേട്ടൻ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത്, അനന്തരവൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, നീ കണ്ണാടി കൂടി ഒന്ന് എടുക്കൂ, ആർക്കെങ്കിലും എന്തെങ്കിലും സൂചനകൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അത് എപ്പിസോഡ് വരും. അപ്പോൾ ഞാനിപ്പോഴും അവിടെ നിന്ന് വന്ന ഹാങ് ഓവറിലാണ്, അതുകൊണ്ടാണ് സൗണ്ട് വളരെ സാധാരണ പറയുന്നതിനേക്കാളും കുറവാണ്. അത് കഴിഞ്ഞിട്ട് ആ 360 ഡിഗ്രി ആംഗിളിൽ ആ റൂം എടുക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോഴും എന്തുകൊണ്ട് അത് എടുക്കാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പിന്നെയാണ് അനന്തരവൻ പറയുന്നത്, അവിടെ അമ്മാവനിരുന്നതിന് മുകളിലൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ടൈം 10:35 കാര്യം ഞാൻ ഇടയ്ക്ക് സമയം എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 10:35. പിന്നെ ഞാൻ താഴെ വന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ആ ക്ലോക്ക് എന്താ നിന്നിരിക്കുന്നതെന്ന് നാരായണൻ സുനിലേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് 10:35 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുട്ടു ആ ശരീരം വിട്ട ദിവസം അങ്ങനെ വന്നതാണ്. പിന്നെ 2-3 പ്രാവശ്യം അതിൻ്റെ ബാറ്ററി മാറ്റിയെങ്കിലും അത് സമയം മാറുന്നില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ സമാധി സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അമ്മാവൻ്റെ 2 മൈക്കുണ്ട്. അപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല ആദ്യം. അപ്പോൾ അമ്മാവൻ പറഞ്ഞ് ഞാനിപ്പോൾ സംസാരിക്കാൻ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മാവൻ്റെ സംസാരിച്ചില്ല. അപ്പോൾ സുനിലേട്ടന് മാത്രം മൈക്ക് വെച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ ദിവസം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്തായിരുന്നു. ഇന്നലെ സൗണ്ട് ചെക്ക് ചെയ്തില്ല ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞിട്ട് സമാധിയുടെ അവിടെ എടുത്ത വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്യണമെന്നുള്ള ഒരു ഇത് വന്നുകൊണ്ട് ഞാൻ ആ വീഡിയോ മൊബൈലിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും ചീവീടിൻ്റെ സൗണ്ടുണ്ട്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് നാരായണനാണ്. അപ്പോൾ നാരായണൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ഇതിൽ ചീവീട് സൗണ്ട് ഉണ്ടല്ലോ. കാര്യം സുനിലേട്ടനേക്കാളും കൂടുതൽ സൗണ്ട് ചീവീടിൻ്റെയാണ് അവിടെ വരുന്നത്. ആദ്യത്തെ 1.5 മിനിറ്റ് 2 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ നാരായണൻ പറഞ്ഞ്, അമ്മാവ നമ്മളവിടെ സൗണ്ട് ചെക്ക് ചെയ്തില്ലായിരുന്നു. വേറൊരു കാര്യം, ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കുട്ടു ഇത് വീഡിയോ നല്ല രീതിയിൽ വരണം, കാര്യം ഞങ്ങൾ സൗണ്ടൊന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നു അമ്മാവന്ന് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഇത് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മൊബൈലിലാണ്, അവനും കേട്ടില്ലേ ഇത് എടുത്തിട്ട്, ഭയങ്കര സൗണ്ട്, മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ അവനോട് സംസാരിക്കുന്ന അവൻ പറയുന്നത്, അമ്മാവൻ ഞാനിങ്ങനെയൊന്നും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതാണ്, എനിക്കും അവിടെ സൗണ്ട് എങ്ങനെ ഇരിക്കും ക്ലാരിറ്റി എന്ന് അറിയാണ്ട് വന്നു. കാര്യം അന്ന് ക്ലോസ്ഡ് റൂമിലാണ് എടുത്തത് മുമ്പത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1.5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളത് നോക്കുമ്പോൾ വീഡിയോയിൽ ചീവീടിൻ്റെ സൗണ്ട് വളരെ കുറയുകയും സുനിലേട്ടൻ്റെ സൗണ്ടിന് ആ സൗണ്ട് എടുത്ത് കാണിക്കുകയും ചെയ്തു. ഞങ്ങളൊന്നും ചെയ്ത ടെക്നിക്കല്ല. എന്താണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡിംഗ് ആണ്. ആ സമയത്ത് മൈക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സുനിലേട്ടൻ സംസാരിക്കുന്നു. പക്ഷേ ആ സമയത്ത് ചീവീടിൻ്റെ സൗണ്ട് കുറയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ ശരീരത്തിലൊരു ഓറയിൽ ഫീൽ ചെയ്യുന്നു കുട്ടുവിൻ്റെ പ്രസൻസ്. അത് കുറേ അധികം ആൾക്കാർക്ക് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. അതുകൂടാണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ പല ആൾക്കാരും ഇടയ്ക്ക് പുകച്ചുരുൾ അങ്ങനെയൊക്കെ പറഞ്ഞു. കാര്യം അവിടെ ചന്ദനത്തിരി ഇതിൻ്റെ മുമ്പിൽ വരുന്ന രീതിയിൽ, പുകച്ചുരുൾ വരുന്ന രീതിയിൽ അവിടെ ചന്ദനത്തിരി വെച്ചിട്ടില്ല കേട്ടോ, അതുറപ്പാണ്. ആ പുകച്ചുരുൾ ഞാനോ സുനിലേട്ടനോ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ആ പുകച്ചുരുൾ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിലർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അത് ചെറിയ ഇത് അതിനകത്ത് കാണുന്നുണ്ട്. അതൊരു ചന്ദനത്തിരിയുടെ ആണോ എന്താണെന്നൊന്നും അറിയില്ല. ചന്ദനത്തിരിയുടെ ആണെന്നും ഉറപ്പിക്കാൻ പറ്റുകയില്ല, അല്ലെന്നും ഉറപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പല ചിത്രശലഭങ്ങളും അവിടെ വന്നുപോയി. ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ തലയ്ക്ക് മുകളിലും അതും ഇതുമൊക്കെ ഇങ്ങനെ പോയി. ഞാൻ മാങ്ങ വാങ്ങിക്കുന്നെടുത്ത് ആ മാങ്ങ എടുക്കാനും കാരണം ആ ചിത്രശലഭമാണ്. മാങ്ങ ആ പഴം എടുക്കാൻ കാരണം ചിത്രശലഭമാണ്. പിന്നെ ഇന്ന് വീഡിയോയിൽ ഈ സമാധി സ്ഥലത്തെ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്, മിസ്റ്റർ അജിത്ത്. ആദ്യം ആ കമൻ്റ് ഇട്ടത് ഞാൻ ആരാണിതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ചെങ്കതളിപ്പഴത്തിൻ്റെ പവർ ഞാൻ നേരിട്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞ അദ്ദേഹം. ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എനിക്കിത് വീഡിയോയിൽ പറയണമെന്ന് തോന്നി. ശരിക്കും ഇന്നലെ 6 പേരോളം ബ്ലെസ്സിങ് പറഞ്ഞിരുന്നു. മുമ്പത്തെ ദിവസം 2 പേര്, ചേച്ചിയും വേറൊരാളും വന്ന് ബ്ലെസ്സിങ് ഇത് ചെയ്തു. അപ്പോൾ വേറെ ഇന്നലെ 6-7 പേര് പറഞ്ഞിരുന്നു. പക്ഷേ അതിലെ 1, 2, 3, 4 പേര് എത്തിയുള്ളൂ. അതിലെ ഒരാളാണ് ഈ ഫോട്ടോ തന്നത്. ഒരു കുട്ടി അവരുടെ കുഞ്ഞും ഹസ്ബൻഡുമായിട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം വന്ന് അവിടെ കാത്തിരുന്നത് ഒരു അമ്മയും മോളും. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് 70 വയസ്സോളം കാണും, മോൾക്ക് 45 വയസ്സോളം കാണും. അമ്മയും മോളുമാണ് അവിടെ കാത്തു നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഈ പറഞ്ഞ മിസ്റ്റർ അജിത്താണ്. അപ്പോൾ അജിത്തിന് കാര്യം എന്ന് വെച്ചാൽ സങ്കല്പം വെച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യത്തിലൊക്കെ
ആശുപത്രി കിടന്ന് പറഞ്ഞ് സങ്കല്പം വെച്ചതിൻ്റെ ആ മാറ്റങ്ങൾ അദ്ദേഹം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നേരിട്ട് കാണണമെന്നും പറഞ്ഞ് കുറച്ച് കണ്ട് 2-2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹവും വരുന്നത്. അപ്പോൾ ഇവരും വന്നു. ഇവർ രാവിലെ 9 മണി തൊട്ട് ഈ ശ്രീവരാഹം ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ ഈ 9 മണിക്ക് ഞങ്ങൾ ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് പോയി. അപ്പോൾ ഇവർ ഞാനിട്ട വോയിസ് കേൾക്കാൻ വിട്ടുപോയി. ശ്രീവരാഹത്ത് വന്നിട്ടാണ് ഈ വോയിസ് കേൾക്കുന്നത്. എന്തോ ആകട്ടെ, അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി വന്ന് ഇദ്ദേഹത്തിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഈ അമ്മയും മോളും വന്നു. അവർ ഭക്ഷണം കഴിഞ്ഞ് അനന്തരവനും കൂടി ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ അവർ വന്നു. അപ്പോൾ അവിടെ അവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഈ മിസ്റ്റർ അജിത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ. അവർ പിന്നെ വന്നു. അപ്പോൾ ഞാൻ അജിത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ആദ്യം ഇവരുടെ ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇത് നോക്കുമ്പോൾ തന്നെ ആ മോളിൽ അവരുടെ മകള്, ആ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരും 2 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതാണ്. അവരിലുള്ള ഒരു എനർജി വർക്ക് ചെയ്ത് തുടങ്ങി. ഞാൻ തേങ്ങ വെച്ചിട്ട് നോക്കുമ്പോൾ എനർജി കാണിക്കുന്നില്ല. പക്ഷെ അവരുടെ കുടുംബദേവതേനെ ഇത് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ തേങ്ങയിൽ ശ്രദ്ധിക്കാറ്, തേങ്ങ അനങ്ങുന്നില്ല. പക്ഷേ ഇവരുടെ മുഖഭാവം മാറി. പിന്നെ തൽക്കാലം അത് ശാന്തമാക്കി ഇവരെ പുറത്തിരുത്തി. കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ഫോട്ടോയും കൊണ്ട് ആ കുട്ടി അമ്മയും കുഞ്ഞും ഹസ്ബൻഡും വന്നിരുന്നു. അവരെ പെട്ടെന്ന് വിടണം കൊണ്ട് അവരെ ബ്ലസ് ചെയ്ത് വിട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇവരെ ഈ അമ്മയെയും മകളെയും ബ്ലസ് ചെയ്തിട്ട് വിടട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ രീതി മാറി വളരെയധികം. 1.25 മണിക്കൂർ 1.5 മണിക്കൂറോളം ഭയങ്കര ഇതായിരുന്നു. നമുക്കതൊന്നും വീഡിയോ ഒന്നും പുറത്ത് വിടാൻ പറ്റുക. ആ രീതിയിലാണ് അത് കാര്യങ്ങൾ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ അജിത്തിനെ ഞാൻ അകത്തേക്ക് വിളിപ്പിച്ചു. ഈ അമ്മേനെ കൊണ്ട് തന്നെ അകത്തേക്ക് വരാൻ പറഞ്ഞു. വളരെയധികം ആ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് എന്നാണ് എയറോബിക്സ് ഒക്കെ ചെയ്യുന്ന പോലെ, ആൾക്കാർ ചെയ്യുന്ന പോലെ ശരീരം വളയുന്നു, വില്ല് പോലെ വളയുന്നു. ഭയങ്കരമായിട്ട് ഇവരുടെ കഴുത്തിൽ ഇത് ചെയ്യുന്നു. കുറേയധികം ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നത് ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഈ എനർജി ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരിട്ട് വന്നപ്പോഴും അവിടെ ആക്ട് ചെയ്തു. പിന്നെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചെങ്കർതളിപ്പഴം ഇതെന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല. ഞങ്ങൾ ഈ കുട്ടുവിൻ്റെ അവിടെ നിന്ന് 2 എണ്ണം എടുത്തിരുന്നു. അതിലെ 1 എണ്ണം ഇവർക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ കഴിച്ചോളൂ, കടിക്കാൻ പറഞ്ഞു, കടിച്ചെടുത്തു. എന്നാൽ ഒന്നുകിൽ കഴിച്ചോളൂ, വിഴുങ്ങിക്കോളൂ, അല്ലെങ്കിൽ തുപ്പിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പതുക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഈ ട്രാൻസിലിരിക്കുകയാണ് അവർ, ആ എനർജിയുടെ ഇതിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പഴം അമ്മയുടെ അടുത്ത് കൊടുത്തു. അമ്മയോടും കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഈ പഴം ഏതാണെന്നൊന്നും പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ വെള്ളം ജപിച്ച് വെച്ചിരുന്നു ഇവർക്ക്. അത് ജപിക്കുന്നതൊക്കെ ഇവർ കണ്ടു. ഞാൻ ഈ വെള്ളം കുടിക്കാൻ പറഞ്ഞു. വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വെള്ളം കുടിക്കുന്നില്ല. എനിക്ക് കുടിക്കേണ്ട എന്നാണ് പറയുന്നത്. അത് ചില വന്നു കഴിഞ്ഞപ്പോൾ ആ ദേഷ്യം ഉള്ള വാക്കുകളാണ് ആ സ്ത്രീയിലുള്ള ശക്തി സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനപ്പോൾ ഒന്ന് ഇത് സങ്കല്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പഴത്തിൽ ആ കുട്ടുവിൻ്റെ അവിടെ സമാധി സ്ഥലത്ത് വെച്ച പഴത്തിൻ്റെ ആ വീര്യം ആക്ട് ചെയ്യാൻ തുടങ്ങി. ഇവർ വയലൻ്റ് ആകാൻ തുടങ്ങി. ഇവർ വയലൻ്റായി. ഇവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പണി പറ്റിച്ചല്ലേ, ഇപ്പോഴാണ് കാര്യം മനസ്സിലായല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണത് ഇത് കുട്ടുവിൻ്റെ സമാധിയുടെ അവിടെ വെച്ച് പഴമാണതെന്ന് അദ്ദേഹത്തിനോട് പറയണം. പിന്നെ വീഡിയോ കണ്ടപ്പോൾ ആ ചെങ്കതളി അദ്ദേഹത്തിന് മനസ്സിലായി. അതാണ് ആ കമൻ്റ് ഇട്ടത്. പിന്നെ അവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകുമായിരുന്നു. അത് കൺട്രോൾ ചെയ്യാനൊക്കെ കുറേ അധികം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബോഡി ഇതായി നിൽക്കും, പക്ഷേ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. പിന്നെ വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവണ്ണാമലയിലെ ഇതുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടിയ നെയ്ദീപം തെളിക്കുന്ന ആ ഭസ്മം, നെയ്യും ഇത് ചെയ്ത് അത് നെറ്റിയിൽ തൊടിയിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ആകപ്പാടെ ഇതായിപ്പോയി. കാര്യം ആ എനർജി ഒന്നും താങ്ങയില്ല. അത് നമ്മൾ അതുമേലെ ആ സങ്കല്പം കൊടുത്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കാലഭൈരവൻ്റെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ പട്ടി നക്കണ പോലെ വെള്ളം നക്കി കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ വെള്ളം കുറേശ്ശെ കുടിച്ച് കുറേ ആയി. പിന്നെ എന്താണ് ലാസ്റ്റ് പറഞ്ഞത് ബാധ ഇതായില്ലെങ്കിൽ പിന്നെ കുരിശി തറയ്ക്കണ പോലെ കയ്യും കാലും ഇങ്ങനെ ചെയ്തിട്ട് ആണിയടിച്ച് തറയ്ക്കേണ്ടി വരും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു 5 മണിയോടുകൂടി ആ എനർജി ഇതായി കാമായിട്ട് ഇവർ മാറുന്നത്. ആ കാമായിട്ട് മാറി. പിന്നെ ഇവരുടെ മുഖഭാവം തന്നെ കംപ്ലീറ്റ് മാറി, വളരെയധികം പോസിറ്റീവ്. അപ്പോൾ അവിടെ അദ്ദേഹം ആ എനർജി പറഞ്ഞത് കുട്ടുവിൻ്റെ അവിടെ ആ സമാധി സ്ഥലത്ത് വെച്ച പഴം ഞാനൊരു ഇതായിട്ട് ഞാനൊന്ന് പ്രയോഗം നടത്തി നോക്കിയതാണ്. അതിൽ സങ്കല്പം കൊടുത്ത് പ്രയോഗം നടത്തി നോക്കിയതാണ്. അതവിടെ വന്നു. പക്ഷേ ആ സമാധി സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് അവിടെ വരാൻ പറഞ്ഞാൽ. അവരും പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന്
അരമണിക്കൂർ കൊണ്ട് അവിടെ എത്താമെന്ന് പറയുന്നുണ്ട് ആ സ്ഥലത്ത്. ഞാൻ പിന്നെ സ്ഥലം പറഞ്ഞു, പക്ഷേ സമാധി സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ളത് കുറച്ച്, പക്ഷേ കുട്ടുവിൻ്റെ വീട്ടിൽ 30 കിലോമീറ്റർ ദൂരം വെഞ്ഞാറമ്മൂട് കഴിഞ്ഞ് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സമാധി സ്ഥലമുള്ളത്. അപ്പോഴത്തെ അങ്ങനത്തെ അനുഭവങ്ങൾ പറയണം. അവിടെ സമാധി സ്ഥലത്തെ ആ വീഡിയോ എടുത്ത് എല്ലാമാണെങ്കിൽ കുട്ടുവിൻ്റെ തീരുമാനങ്ങളാണ്. കുറേ അധികം ആൾക്കാർ കുട്ടുവിൻ്റെ അച്ഛനെ വിളിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ മെസ്സേജ് ഇടുക, അദ്ദേഹം പറയും. കാര്യം അദ്ദേഹം ജോലി ചെയ്യുന്ന ആളാണ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 1-2 പേർക്ക് അദ്ദേഹം റിപ്ലൈ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹമായിട്ട് ആർക്കും റിപ്ലൈ തരുന്നില്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ, അതും പറയുന്നത്. കാര്യം കുട്ടു അദ്ദേഹത്തിന് കൊടുക്കുന്ന സൂചനകൾ വെച്ച് മാത്രമേ റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സുനിലേട്ടൻ ഇതിൽ റിപ്ലൈ കൊടുക്കുകയല്ല. സുനിലേട്ടന് കുട്ടു വന്ന് ഇൻഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ അദ്ദേഹത്തിന് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് ആ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാര്യം അദ്ദേഹത്തിൽ നിന്ന് റിപ്ലൈ കിട്ടിയാൽ എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹം അത് ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്, ആരെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചു. ഇപ്പോൾ ഇന്നലെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ ചേച്ചിയുടെ കാര്യത്തിൽ കുട്ടൂസൻ കുറച്ച് ഗൈഡൻസ് സുനിലേട്ടൻ വഴിക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ ചേച്ചി രാത്രി സ്വപ്നത്തിൽ കാണുന്ന ഈ കുട്ടുവിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടു കാഡ്ബറീസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ അത് കഴിയുമ്പോഴാണ് സമാധി സ്ഥലത്തെ വീഡിയോ കാണുന്നത്. ആ വീഡിയോയിൽ കാഡ്ബറീസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറയും, എനിക്ക് ഭയങ്കര അതിശയമായി, ഈ കുട്ടൂസ് എൻ്റെ അടുത്ത് കാഡ്ബറി ചോദിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സൂചന കിട്ടിയാൽ ദയവ് ചെയ്ത് അത് നിങ്ങൾക്ക് സാമ്പത്തിക സൗകര്യം ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഴ്സൽ അയക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സുനിലേട്ടനോട് പെർമിഷൻ ചോദിക്കുക, സമാധി സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ തന്നാൽ ഇന്ന സാധനം എന്ന് പറയണം. വെജിറ്റേറിയൻ സാധനങ്ങൾ മാത്രമേ അവിടെ കയറ്റാൻ പറ്റുന്നുള്ളൂ കേട്ടോ, അതും പറയാം. നോണായിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇടയ്ക്ക് വെച്ച് ആ യാത്ര മുടങ്ങുന്നുണ്ട്. അത് 1-2 ഇൻസിഡൻസ് സുനിലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനം മാത്രമേ അവിടെ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മുട്ടയോ മറ്റിതുള്ളതോ ഒന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല, അതും പറയാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കുട്ടു വന്ന് പറഞ്ഞ് ഇങ്ങനെയാണെന്നൊക്കെ, പണം കൈപ്പറ്റുകയില്ല കേട്ടോ, അതും പറയാം. പണം കൈപ്പറ്റുകയില്ല. സുനിലേട്ടൻ വീട്ടിൽ വെച്ച് ഞാനൊരു സംശയം ചോദിച്ചപ്പോൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും കൈപ്പറ്റുകയില്ല, അതൊന്നും പറ്റുകയില്ല പറഞ്ഞു. പക്ഷേ സമാധി സ്ഥലത്ത് ഇത് വെച്ചിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോൾ സുനിലേട്ടൻ പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെയുണ്ട് അങ്ങനെ വിചാരിച്ചാൽ അത് പാഴ്സലായിട്ട് അയക്കുകയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കാം, കുട്ടു സമ്മതിച്ചാൽ കൊണ്ടുപോയി വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടുവിൻ്റെ അടുത്ത് പറയുക, സുനിലേട്ടനോടും അറിയിക്കുക. എന്നിട്ട് കുട്ടു സുനിലേട്ടന് പെർമിഷൻ കൊടുത്താൽ സുനിലേട്ടൻ ഓക്കെ എന്ന് പറയും, അഡ്രസ്സ് തരും, നിങ്ങൾക്ക് അങ്ങനെ അയക്കാം. ഇത് അയക്കണം എന്നുള്ള അഭ്യർത്ഥനയല്ല, അതും പറയാം കേട്ടോ. ആൾക്കാരെല്ലാം 2 തരത്തിലെടുക്കും, വളരെയധികം സൂക്ഷിക്കണം സോഷ്യൽ മീഡിയ. എങ്കിലും ഞാൻ പറയാണ്, ഇപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞത് വെച്ച് ഞാൻ പറയാണ്, ഇതൊരു എനിക്ക് കിട്ടിയ നിയോഗമായതുകൊണ്ട് ഞാൻ പറയാണ്, ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇന്ന സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു എന്ന് സുനിലേട്ടനെ അറിയിക്കുക. സുനിലേട്ടൻ നിങ്ങളുടെ ഫോട്ടോയും ഇതും അറിയിക്കുക, സ്ഥലവും പേരും വയസ്സും അറിയിക്കുക. അതോടൊപ്പം സുനിലേട്ടന് കുട്ടു അതിന് പെർമിഷൻ കൊടുത്താൽ സുനിലേട്ടനെ അറിയിക്കും, എവിടെയാണ് അഡ്രസ്സിൽ അയക്കേണ്ടത് എന്നുള്ളത് സുനിലേട്ടൻ പറയും. ഒരു കാരണവശാലും അത് കാശായിട്ട് സ്വീകരിക്കുന്നതല്ല, അതും പറയുന്നത് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടുവിൻ്റെ വീട്ടിലും സമാധി സ്ഥലത്തും പോയതിൻ്റെ പുണ്യം, അതുപോലെ അവിടെ നടത്തിയ ക്ഷേത്ര ദർശനങ്ങൾ, അതിന് എന്നെ സഹായിച്ചത് ഞങ്ങളുടെ ആലപ്പുഴയിലെ രഞ്ജിതയുടെയൊക്കെ ഒരു അകന്ന ബന്ധുവായ ശ്രീമതി വത്സല ചേച്ചിയാണ്. ആ ചേച്ചിനെയും ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചാണ് യാദൃച്ഛികമായി പരിചയപ്പെടുന്നത്. രഞ്ജിത ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്. ആ ചേച്ചിയും കല്യാണം കഴിച്ചു പോയിട്ട് 35 വർഷത്തിന് മേലായെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ടു. ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് തോന്നുന്നു. കാര്യം പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ദർശനത്തിന് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ചേച്ചിനെ കണ്ടുകൊണ്ട് 5 മണിക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റി. ആ ചേച്ചി കാരണം പെട്ടെന്ന് ദർശനം അവിടെ, അതുപോലെ അനന്തങ്കാട് ക്ഷേത്രം, പിന്നെ അവിടെയുള്ള കൈലാസേശ്വര ക്ഷേത്രം, ആറ്റുകാൽ, അങ്ങനെ കുറേ ഇടത്ത് ചേച്ചിയുടെ കൂടെ പോയി. അതുമെല്ലാം ഈ കുട്ടു എന്നുള്ള ആ ദിവ്യാത്മാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ വത്സല ചേച്ചിയോടും ആ കുടുംബത്തിനോടും ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങൾ താമസിച്ചതിൻ്റെ അടുത്തായിരുന്നു ആ ചേച്ചിയുടെ വീട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു, അതും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ചെയ്ത ക്ഷേത്ര ദർശനത്തിൻ്റെ പുണ്യം, പ്രത്യേകിച്ച് കുട്ടു ആത്മചൈതന്യത്തിൻ്റെ അവിടെ ഞങ്ങൾ ചെയ്ത ആ ഒരു കാര്യങ്ങൾ അവിടെ കാണാനും അവിടെ നല്ല വാക്കുകൾ സംസാരിക്കാനും എല്ലാം പറ്റിയ ആ പുണ്യം എന്നെ കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും പകർന്നു നൽകി കൊടുക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, അതുപോലെ ആയുരാരോഗ്യ സൗഖ്യവും, കുട്ടികളുടെ കാര്യവും ആരോഗ്യ കാര്യങ്ങളും, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.